ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ നയനയാണെങ്കിൽ കടുത്ത തീരുമാനം പറയും ആദർശനോട്, എനിക്ക് ഈ അവാർഡ് വേണ്ട ആദർശേട്ടാ. അതിനെന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ പറഞ്ഞതിനാ നീ. ഇല്ല, കാരണമൊന്നുമില്ല, അതൊന്നും ഇപ്പോൾ അറിയാൻ വേണ്ട ആദർശേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോയി. നയന പോയി കഴിഞ്ഞതും എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ ഈ അവാർഡ് വേണ്ടെന്ന് പറയുന്നത്. എന്തായിരിക്കും അവളുടെ മനസ്സിൽ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന ഇങ്ങനെ നിൽക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജയനോട് ആദർശ കാര്യങ്ങളൊക്കെ പറയുക. അപ്പോഴാണെങ്കിൽ ജയൻ, എന്നാലും മോളെന്തുകൊണ്ടാണ് ഇത് വേണ്ടാന്ന് പറഞ്ഞത് ആദർശേ? എനിക്കറിയില്ല അച്ഛാ, ഞാൻ കുറേ നിർബന്ധിച്ചിട്ടും അവളിത് വേണ്ടാന്ന് പറഞ്ഞ് കടുത്ത തീരുമാനത്തിൽ നിൽക്കുക. എനിക്ക് തോന്നുന്നു അവളുടെ മനസ്സിൽ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും ഞാനൊന്ന് സംസാരിച്ച് നോക്കിയാലോ? അത് തന്നെ ഞാനും അച്ഛനോട് പറയാൻ വന്നത്. അച്ഛനൊന്ന് സംസാരിക്കേ, അവളെന്ത് പറയുമോ നോക്കാം. മോനെ, നീ പറഞ്ഞിട്ട് കേട്ടില്ല, പിന്നെ ഞാൻ പറഞ്ഞ അവൾ കേൾക്കുമോ? കേൾക്കും അച്ഛാ, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ചിലപ്പോൾ അച്ഛൻ പറഞ്ഞ അവൾ കേൾക്കുമായിരിക്കും. കാരണം അച്ഛനും മുത്തശ്ശിയും അമ്മയും ഒക്കെ അവളുടെ മുൻപിൽ ചെന്ന് സംസാരിക്കുന്നതും കെഞ്ചുന്നതൊന്നും അവൾക്ക് ഇഷ്ടമല്ല. അവൾക്കത് സങ്കടമാണ്, അതുകൊണ്ട് അവൾ കേൾക്കും. എന്തായാലും അച്ഛനൊന്ന് ചെല്ല്. മോനെ, എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഈ അവാർഡ് ദേവയാനിയുടെ കൂട്ടുകാരിയും അവളുടെ മകളും കൂടെ കൊടുക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും ദേവയാനി ഇതിലെന്തെങ്കിലും മുടക്കു വയ്ക്കുമെന്ന്. ഇതൊരു പക്ഷേ ദേവയാനി ഒന്നും ചെയ്തിട്ടില്ല, ഇവിടെ നയനയാണല്ലോ എല്ലാത്തിനും തീരുമാനം എടുത്തിരിക്കുന്നത്. മോളെന്താ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു? മോളങ്ങനെയൊന്നും ചെയ്യാത്തതാണല്ലോ. അത് തന്നെയാച്ചാ എനിക്കും പിടികിട്ടാത്തത്. അവളെന്തിനാ ഇങ്ങനെ ചെയ്തതെന്ന് ഓർത്തിട്ടാ എൻ്റെ ഈ സങ്കടം. ഞാനും കുറേ പറഞ്ഞു നോക്കി, പക്ഷേ അവൾ കേൾക്കുന്ന ലക്ഷണമില്ല. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ചാ. ഈ അവാർഡ് എതിർത്താൽ പിന്നെ അവൾക്ക് ഒരു അവാർഡും ആരും കൊടുക്കില്ല. അഹങ്കാരം പിടിച്ച പെണ്ണാണെന്നേ പറയും. മോൾക്ക് അഹങ്കാരമൊന്നുമില്ല, പിന്നെ ഇതുപോലെ അവാർഡുകളൊന്നും മേടിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. അത് നമുക്കറിയാം, കേൾക്കുന്നവർക്കും കാണുന്നവർക്കും അതറിയില്ലല്ലോ അച്ഛാ. അവരെല്ലാവരും അവളെ കുറ്റപ്പെടുത്തുമല്ലോ ഉള്ളൂ. അത് ശരിയാണ്. പക്ഷെ എന്തൊക്കെയായാലും നമുക്കിനി ഒന്ന് സംസാരിക്കാം. അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ മോനെ? എനിക്കും സംസാരിക്കാനല്ലേ പറ്റൂ, വേറൊന്നും ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഞാനൊന്ന് ചെന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ജയനാണെങ്കിൽ നേരെ നയനയുടെ അടുത്തേക്ക് ചെല്ലുക. മോളെ, അച്ഛാ മോളെ, എനിക്കറിയാം അച്ഛാ, അച്ഛൻ എന്ത് പറയാൻ ഇങ്ങോട്ട് വന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ അച്ഛൻ പറയാൻ പോകുന്ന കാര്യം അംഗീകരിച്ച് തരാൻ എനിക്ക് കഴിയില്ല അച്ഛാ. എന്തുകൊണ്ട്? എന്തിനാ മോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? ഈ ഒരു അവാർഡ് മോൾക്ക് കിട്ടുന്നതിൽ മോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെയുള്ളപ്പോൾ മോളിങ്ങനെ അതിനെ മുടക്കിയാൽ എന്ത് ചെയ്യും? അച്ഛാ, ഈ സ്റ്റേജിലൊക്കെ കയറി അവാർഡൊക്കെ ഏറ്റുവാങ്ങി സന്തോഷിക്കാനൊന്നും എനിക്ക് പറ്റില്ല അച്ഛാ. ഞാൻ ചെയ്യുന്നത് എനിക്കറിയാവുന്നൊരു ജോലി, അതിൻ്റെ പേരിൽ അവാർഡ്, ഇൻ്റർനാഷണൽ അവാർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോരുത്തർ വിളിക്കും. അതുകൊണ്ടാണ് അച്ഛാ എനിക്കിതിനൊന്നും താല്പര്യമില്ലാത്ത. മോളെ, നീ അതിനെക്കുറിച്ച് ഓർത്തൊന്നും സങ്കടപ്പെടണ്ട. എന്തായാലും ഈ അവാർഡ് മോൾക്ക് കിട്ടിയതല്ലേ, ഇതൊന്ന് ഏറ്റുമേടിക്ക്. അവരെല്ലാം ഏർപ്പാടാക്കി കഴിഞ്ഞപ്പോഴാണ് മോളതിന് പറ്റില്ല എന്ന് പറയുന്നത്. അത് അവർക്കൊരു നാണക്കേടല്ലേ? അവർക്ക് മാത്രമല്ല, ദേവയാനിക്കും അത് വലിയ നാണക്കേടാണ്. കാരണം ദേവയാനിയുടെ കൂട്ടുകാരിയാണ് ഗ്രേസിയുടെ മകളാണ് ആൻമരിയ. അങ്ങനെയുള്ളപ്പോൾ ദേവയാനിയുടെ മരുമോൾ ഇങ്ങനെ കടുത്ത തീരുമാനം എടുത്തെന്ന് പറഞ്ഞ് പിന്നെ അവർ തമ്മിൽ എന്തെങ്കിലും വഴക്കും പ്രശ്നം ഉണ്ടാവും. അത് കേട്ടതും ഒരിക്കലും ഇല്ല അച്ഛാ, ഇങ്ങനൊരു അവാർഡ് എനിക്ക് തരണമെന്ന് അമ്മ അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ടും മുടക്കി തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യത്തിലൊരു തീരുമാനം എടുക്കാത്തത്. അത് കേട്ടതും, എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നേ? ദേവയാനി ഒരിക്കലും അതിനെ എതിർത്തിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ മോളെന്തിനാ ഇങ്ങനെ ദേവയാനിയുടെ കാര്യത്തിൽ ഇത് ടെൻഷൻ അടിക്കുന്നേ? ഇല്ല അച്ഛാ, അമ്മയ്ക്ക് ഒരിക്കലും ഇഷ്ടമല്ല ഞാൻ അവാർഡ് മേടിക്കുന്നത്. അതുകൊണ്ട് ഞാൻ മേടിക്കുന്നില്ല അച്ഛാ. അത് കേട്ടതും, അങ്ങനെ ദേവയാനി നിന്നോട് പറഞ്ഞോ? അമ്മ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താ പ്രശ്നം? അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് മോളിങ്ങനെ തീരുമാനം എടുക്കുന്നത് ശരിയല്ലെന്നേ ഞാൻ പറയൂ. ഞാനൊരു കാര്യം പറയാം. എന്തൊക്കെ തീരുമാനിച്ചാലും മോളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോരോ ഭാഗ്യങ്ങളാണ്. ഇതൊന്നും വേണ്ടാന്ന് വെക്കരുത്. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. അച്ഛൻ എത്ര പറഞ്ഞാലും എനിക്കിതിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അച്ഛാ. കാരണം അത്രയ്ക്ക് സങ്കടമുണ്ട് എനിക്ക്. എന്നോട് ആലോചിക്കാതെ അവരിങ്ങനൊരു കാര്യം ചെയ്തതിന്. മോളെ, പുറത്തുള്ളവർ മോൾ ഇങ്ങനൊരു തീരുമാനം പറഞ്ഞതിനെക്കുറിച്ച് ഓർത്ത് ഉറപ്പായിട്ടും മോളെ ഒരുപാട് പേര് കുറ്റപ്പെടുത്തും, അഹങ്കാരം പിടിച്ചവളാണെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എന്തൊക്കെയായാലും മോളെ മേടിക്കും. മോളെ, ഇല്ല അച്ഛാ, എനിക്ക് വേണ്ട അച്ഛാ. എന്നാൽ പിന്നെ മോൾക്കത് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ? അവരെല്ലാം റെഡിയാക്കിയതിന് ശേഷം മോളെന്തിനാ ചെയ്ത്? അവരെന്നോട് അവാർഡ് ഉണ്ടോയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അത് സ്വീകരിക്കണമെന്നോ ഇങ്ങനൊരു പരിപാടി ഏർപ്പാടാക്കുമെന്നോ ഒന്നും പറഞ്ഞില്ല അച്ഛാ. അങ്ങനെയുള്ളപ്പോൾ ഞാനെങ്ങനെയാച്ചാ കുറ്റക്കാരിയാവുന്നേ? പിന്നെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. പെട്ടെന്ന് അവാർഡുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എനിക്ക് നല്ല കുറ്റബോധമുണ്ട്. പക്ഷെ എനിക്ക് അവാർഡൊന്നും വേണ്ട അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നയനക്ക് അടുത്ത തീരുമാനം പറയാം.
പിന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ അച്ഛാ, ഈ ഒരു കാര്യത്തിൽ നമ്മുടെ ഒരു കുട്ടിക്ക് ഈ പുരസ്കാരം കൊടുത്താലോ? അതൊന്നും എനിക്കറിയില്ല. അത് അവൾക്ക് അർഹിച്ചിട്ടുണ്ടെങ്കിൽ അത് അർഹിക്കുന്നവർ തീരുമാനിക്കും. അങ്ങനെയുള്ളപ്പോൾ നമ്മളതിൽ തീരുമാനം എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഉറപ്പായിട്ടും മോള് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചിന്തിക്കുക, എന്നിട്ട് തീരുമാനം എടുക്കുക എന്നും പറഞ്ഞുകൊണ്ട് ജയൻ അങ്ങ് പോവുക. സോറി അച്ഛാ, ഒരിക്കലും അച്ഛനോട് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതിയതല്ല. പക്ഷെ അച്ഛൻ്റെ ഭാര്യയുടെ മനസ്സിലിരിപ്പ് കണ്ടുപിടിക്കാൻ ഇതല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് നയൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം ആദർശനോട് ജയൻ, മോനെ എത്ര പറഞ്ഞിട്ടും മോള് കേൾക്കുന്ന ലക്ഷണമില്ല. അതുകൊണ്ട് ഇപ്പോൾ എന്ത് പറയണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ സമയം നമ്മുടെ ആൻമരിയാണെങ്കിൽ ദേവേനെ വിളിക്കുക. ഹലോ, എന്തായി ആൻറ്റി കാര്യങ്ങൾ? ഒന്നും പറയണ്ട മോളെ, എല്ലാവരും നിർബന്ധിച്ചിട്ടും അവൾ സമ്മതിക്കുന്നില്ല. ഷോ, വല്ലാത്തൊരു കഷ്ടം ആൻറ്റി. ആൻറ്റി പറഞ്ഞതുകൊണ്ടാണ് ഞാനും അമ്മയും കൂടെ ഇങ്ങനെ ഒരു കാര്യം തീരുമാനിച്ചത്. അങ്ങനെയുള്ളപ്പോൾ ആൻറ്റിയെ എതിർക്കാതെ നയനമ്മയുടെ ഇതിനെ എതിർക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഞങ്ങൾക്ക് വലിയ നാണക്കേടാവും മോളെ. നയനമോൾ ഇതിനെ എതിർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഈ അവാർഡൊന്നും മേടിച്ച് വലിയ ശീലമില്ല, അതിനൊന്നും താല്പര്യമില്ല. അവൾക്കറിയുന്നൊരു ജോലി അതവൾ ചെയ്തു തീർക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അവാർഡ് മേടിക്കാനൊക്കെ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നേ. അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. മോൾ വിഷമിക്കേണ്ട, എന്ത് വില കൊടുത്തും ഈ ആൻറ്റി അവൾ അവിടെ എത്തിച്ചിരിക്കും. എന്താ പോരെ? അത് കേട്ടത് മതി ആൻറ്റി, ഈ ഒരു ഉറപ്പ് കിട്ടിയാൽ മതി. നയന മേഡം വന്നില്ലെങ്കിൽ എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ അസോസിയേഷനും കൂടെ അത് ഭയങ്കര നാണക്കേടാ. ശരി മോളെ, മോൾ വിഷമിക്കേണ്ട, ഞാനായിട്ട് എടുത്ത തീരുമാനമല്ലേ, ഞാനായിട്ട് തന്നെ ഇത് തീർത്തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവേനെ ഫോൺ കട്ട് ചെയ്യുക. എന്നിട്ട് ദേവേനെ നേരെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക, മുത്തശ്ശിയുടെ അടുത്തേക്ക്. അമ്മേ, എന്താ മോളെ? എന്നാലും നയന ചെയ്തത് ഒട്ടും ശരിയായില്ലമ്മേ. എന്ത് പറ്റി? അവൾക്ക് ഇത്രയും വലിയൊരു പുരസ്കാരം കിട്ടുന്നതിൽ എല്ലാവരും സന്തോഷിക്കുക. അങ്ങനെയുള്ളപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് ഒഴിവാക്കാനും മാത്രം അവൾക്ക് എന്താ ഇത്ര അഹങ്കാരം? അത് കേട്ടതും അത് വേണ്ടാന്ന് മോള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഹങ്കാരം കൊണ്ടായിരിക്കില്ല, അതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. അല്ല, മോളി അവാർഡ് വാങ്ങുന്നത് നിനക്കിഷ്ടമാണോ ദേവേനി? ഓ പിന്നെ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ കൂട്ടുകാരിയും അവളുടെ മകളും കൂടെ കൊടുക്കുന്നത് കൊണ്ട് അതെന്തായാലും മേടിച്ചല്ലേ പറ്റൂ. വേണ്ടാന്ന് പറയുമ്പോൾ അവൾക്ക് ഭയങ്കര അഹങ്കാരമാണെന്ന് എല്ലാവരും വിചാരിക്കും. വിചാരിക്കുന്നവർ വിചാരിച്ചോട്ടെ. നിനക്ക് ആൻമരിയ വല്ലതും അയച്ചു തന്നായിരുന്നോ? അവൾക്ക് അവാർഡ് കൊടുക്കുന്ന ഫോട്ടോ അയച്ചു തന്നായിരുന്നു. ഞാനതൊന്നും കണ്ടൊന്നുമില്ല. കണ്ടപ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. ഇത് തന്നെയാണ് കുഴപ്പം. മോൾ ഇതുകൊണ്ട് തന്നെ ആയിരിക്കും അത് വേണ്ടാന്ന് പറഞ്ഞത്. കാരണം സ്വന്തം അമ്മായിയമ്മ അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ വീട്ടിൽ ആ പുരസ്കാരത്തിന് എന്തു പ്രസക്തി എന്നും മുത്തശ്ശിയുടെ ചോദ്യം. അത് കേട്ടതും ദേവയാനി, അമ്മേ, അവൾക്ക് ഇങ്ങനൊരു ഭാഗ്യം കിട്ടുമ്പോൾ ഉറപ്പായിട്ടും അവൾ തട്ടിക്കളയല്ല, സ്വീകരിക്കുക വേണ്ടത്. ഇവിടെ താഴ്ത്തിക്കെട്ടിയവരുടെ മുൻപിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുക വേണ്ടത്. അല്ലാതെ അവൾ അത് വേണ്ടാന്ന് പറഞ്ഞ് തട്ടിക്കളയോ? ആരെങ്കിലും ഇങ്ങനൊരു കാര്യം ചെയ്യോ? കഷ്ടം തന്നെ. വിവരമില്ല, അത്രയേ ഉള്ളൂ എന്നൊക്കെ പറയാനാ. മോൾക്ക് നല്ല വിവരമുണ്ട്. മോൾ അത് ചെയ്യാത്തതേ എനിക്കൊരു കാര്യം മനസ്സിലായി. മോൾക്ക് ഈ സ്റ്റേജിലൊക്കെ കയറി അവാർഡൊക്കെ മേടിച്ച് വലിയ പേരൊന്നും എടുക്കാനുള്ള വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ദേവയാനി, ഞാനൊരു കാര്യം പറയാം. എന്തൊക്കെ സംഭവിച്ചാലും മോളെ ഇനി പറഞ്ഞു തിരുത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നീയൊക്കെ അവളെ എന്ന് അംഗീകരിക്കുന്നോ അന്നേ നന്നാവും. പിന്നെ എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തൊന്നുമില്ല എന്നും ദേവയാനി. അത് കേട്ടത് മുത്തശ്ശി, എന്നാൽ പിന്നെ ഈ അവാർഡ് മേടിക്കുന്ന നീ ചെന്ന് അവളോട് പറ. ഇല്ലെങ്കിൽ അവൾ നിന്നെ പേടിച്ചിട്ടായിരിക്കും വേണ്ടാന്ന് പറഞ്ഞത്. ഇനി ഒരു പക്ഷേ ഇനി അവൾ ആ അവാർഡ് മേടിച്ചു കഴിഞ്ഞാൽ നീ അതെടുത്ത് തൂക്കിയെറിയോ, അതിൻ്റെ പേരിൽ അവളെ വിമർശിക്കുകയോ എന്നൊക്കെയുള്ള പേടി മോക്കുണ്ടാവും. അത് കേട്ടതും, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, അവാർഡ് മേടിക്കാനല്ലേ പറഞ്ഞോളൂ. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി അവിടെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ദേവേന ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനിയല്ല അവളുടെ ഇഷ്ടവും അമ്മയുടെ ഇഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് ദേവേന എഴുന്നേറ്റ് പോവുക. ഈ സമയം മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര ചിരി വരിക. കാരണം മുത്തശ്ശിക്ക് മനസ്സിലായി നയന ഈ അവാർഡ് മേടിക്കണമെന്ന് ദേവയാനിക്ക് നല്ല ആഗ്രഹമുണ്ടെന്ന്. ഇതേ സമയം ജലജയാണ് കാണിക്കുന്നത്. ജലജ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ അവൾ ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക. അവൾ അവാർഡ് കിട്ടി അവൾ വലിയ ആളാവാൻ പോവുക. എന്താ അവളുടെ വിചാരം? വലിയ കൊമ്പത്തെ പുരസ്കാരമല്ലേ അവൾക്ക് കിട്ടാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ മുത്തശ്ശിയും ദേവേനയും കൂടെ അങ്ങോട്ട് വരിക. അതെ ഏട്ടത്തി, അവൾ ആ പുരസ്കാരം വേണ്ടാന്ന് വെച്ചുല്ലേ? അല്ലെങ്കിലും അർഹിക്കുന്നവർക്കേ ഇതൊക്കെ കൊടുക്കാവൂ. അവൾക്ക് അഹങ്കാരം. അത് കേട്ടതും നമ്മുടെ ദേവേനി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് ചെല്ലും. അപ്പോൾ നമ്മുടെ ജലജയാണെങ്കിൽ നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. അവൾക്കൊക്കെ ആരെങ്കിലും അവാർഡ് കൊടുക്കുമോ? അവളെ പോലുള്ളവളും മരക്കെ ഈ അവാർഡ് മേടിച്ചിട്ട് വലിയ അഹങ്കാരത്തോടെ നടക്കും. എന്നാ
അവാർഡ് കൊടുക്കുന്നവരോട് ഡിമാൻഡ് വെക്കുമോ ഇവൾക്കൊക്കെ ഇത് കൊടുക്കുന്ന അവരെ പറഞ്ഞാൽ മതിയല്ലോ. ദൈവം പോലും ഇവൾക്കിത് കിട്ടണമെന്ന് വിചാരിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അവളുടെ ഒരു കോപ്പിലെ പുരസ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ കുറ്റപ്പെടുത്തുക. അപ്പോൾ അർഹിക്കുന്ന പുരസ്കാരം തന്നെയാടി എൻ്റെ മരുമോള് മേടിക്കാൻ പോകുന്നത്. പക്ഷേ നിനക്കൊന്നും അത് കിട്ടാത്തതിൻ്റെ ഞാനെന്തു പറയാനാ, എല്ലാവർക്കും അഹങ്കാരമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുവോ. ഈ സമയം ആദർശ് നയനയും വരിക. മോളെ, നീ എന്തിനാ അവാർഡ് വേണ്ടാന്ന് വെച്ചത് എന്ന് ചോദിക്കുകയാണ്. എനിക്ക് വേണ്ട മുത്തശ്ശി, ഇങ്ങനെ അവാർഡൊക്കെ മേടിച്ച് വലിയ നിലയിലെത്താനൊന്നും എനിക്ക് പറ്റില്ല. ഈ വീട്ടിലെ മരുമകളായി എൻ്റെ ആദർശേട്ടൻ്റെ ഭാര്യയായി സമാധാനത്തോടെ ജീവിക്കണം, അത്രയേ ഉള്ളൂ. മോളെ, അങ്ങനെ നീ തീരുമാനം എടുത്തത് ശരിയായില്ല. നിന്നോടൊപ്പം ഇതിൽ ഞങ്ങൾ ആരും യോജിക്കുന്നില്ല. അങ്ങനെയുള്ളപ്പോൾ മോളെന്തിനാ ഇത് വേണ്ടാന്ന് വെച്ചത് ഞങ്ങളൊക്കെ ആലോചിക്കുന്നത്. ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്തൊക്കെ സംഭവിച്ചാലും ഇതൊക്കെ തെറ്റാണ് മോളെ എന്നൊക്കെ പറയണം. അത് കേട്ടതും ഇല്ല മുത്തശ്ശി, തെറ്റൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എനിക്ക് അർഹിച്ചതാണെന്ന് എനിക്കറിയാം. എന്നാലും എന്നോട് ആലോചിക്കാതെ അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തത് തെറ്റായിപ്പോയി. അതുകൊണ്ട് തന്നെ എനിക്കിത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഉറപ്പായിട്ടും ഈ അവാർഡ് സ്വീകരിക്കാൻ തയ്യാറല്ല എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ നയനയുടെ വർത്തമാനം കേട്ടിട്ട് വർത്തമാനം കണ്ടില്ലേ, അഹങ്കാരം കണ്ടില്ലേ, ഇവൾക്ക് അവാർഡ് വാങ്ങിച്ചാൽ എന്താ കുഴപ്പം? ആ അവാർഡ് എൻ്റെ കൂട്ടുകാരത്തിയുടെ മകളും കൂടിയല്ലേ തരുന്നേ, അത് സ്വീകരിക്കാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? അമ്മയ്ക്ക് ഞാൻ അവാർഡ് മേടിക്കുന്ന ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇഷ്ടമൊന്നുമല്ല, പക്ഷെ തരുന്നത് എൻ്റെ കൂട്ടുകാരത്തി അവളുടെ മകളും ആയതുകൊണ്ട് എനിക്കിതിന് നിർബന്ധിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിർബന്ധിക്കുന്നത് എന്നും ദേവയാനി. എനിക്ക് പറ്റില്ലമ്മേ, ഇങ്ങനെ ഒരു അവാർഡ് എനിക്ക് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നയന അങ്ങ് പോവുക. ഈ സമയമാണെങ്കിൽ എന്താടാ ഇത്, നോക്കിക്കോ, ഇന്ന് അവൾ അവാർഡ് വേണ്ടാന്ന് പറഞ്ഞു, നാളെ അവൾ നിന്നെയും വേണ്ടാന്ന് പറയും. അത് കേട്ടതും ഒരിക്കലും ഇല്ല അപ്പച്ചി, അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം. ഇതൊരു പക്ഷേ അവൾക്ക് വേണ്ടാത്തത് കൊണ്ടായിരിക്കാം വേണ്ടാന്ന് പറഞ്ഞത്. എന്നാൽ ഒരിക്കലും അവൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് പോവില്ല, അതിലെനിക്ക് 100% ഉറപ്പുണ്ട് എന്നും പറയാം. മോനെ, എന്താ അത്, അവൾ എന്താ കേൾക്കാത്തേ? മുത്തശ്ശി ഒരു കാര്യം ചെയ്യണം, കുറച്ച് കഴിയുമ്പോൾ മുത്തശ്ശനോടൊന്ന് അവളെ വിളിക്കാൻ പറയണം. മുത്തശ്ശ സംസാരിച്ചാൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കും. അപ്പോൾ മോൻ പറഞ്ഞാൽ കേൾക്കില്ലേ? ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല മുത്തശ്ശനെയും മുത്തശ്ശിയും ഒന്നും സങ്കടപ്പെടുത്താൻ അവൾക്ക് കഴിയില്ല, ഒന്ന് വിളിക്കണേ. ശരി മോനെ എന്നും പറയാം. അങ്ങനെ ആദർശം അങ്ങ് പോയി. ഈ സമയം അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, ഇത്രയും പേര് ചുറ്റും നിന്ന് സംസാരിച്ചിട്ടും അവൾക്ക് അവാർഡ് വേണ്ടെന്നാണ് പറയുന്നത്. വല്ലാത്തൊരു സ്വഭാവം തന്നെ. നിൻ്റെ അടി വൃത്തികെട്ട സ്വഭാവം. എൻ്റെ മരുമോള് നല്ലവളാ, മിടിക്കുക, അവൾക്ക് അഹങ്കാരവും അത്യാഗ്രഹവും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ ആദർശ് നയനെ കുറ്റപ്പെടുത്തുക. എന്നാലും നയനെ, നീ ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. എല്ലാവരെയും നീ വിഷമിപ്പിക്കുക, ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും. അമ്മ പോലും നീ എന്നോട് അവാർഡ് മേടിക്കാനാണ് പറയുന്നത്. അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഇവിടെ എല്ലാവരും നിന്നെ കുറ്റപ്പെടുത്തുക. ആ സമയത്ത് നീ ആ അവാർഡ് മേടിച്ചുകൊണ്ട് വന്നാൽ ആ അവാർഡ് ഞാൻ ഈ വീട്ടിൻ്റെ വാതിക്കെ തന്നെ തൂക്കിയിടും. എന്നിട്ട് എന്തിനാ അമ്മയ്ക്ക് ദേഷ്യം വരുമ്പോൾ അതെടുത്തെറിഞ്ഞ് പൊട്ടിക്കാനോ, ഇല്ലെങ്കിൽ അതെടുത്ത് എൻ്റെ തലക്കിട്ടടിക്കാനോ? അങ്ങനെയൊന്നും ഒരാൾക്ക് കിട്ടിയ അംഗീകാരം അമ്മ തട്ടിത്തെറിപ്പിക്കില്ല. അതോർത്ത് നീ പേടിക്കണ്ട. പക്ഷേ എന്തൊക്കെയായാലും നീ ഇവിടെ ചെയ്തത് ശരിയായില്ല നയനെ. എല്ലാവരും പറഞ്ഞിട്ടും നീ കേൾക്കാതെ നിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു തീരുമാനം എടുത്ത് നിൽക്കുന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങ് സഹിക്കുന്നുമില്ല എന്നൊക്കെ പറയാം. ശരി ആദർശേട്ടൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പോകാം. ശരി, എന്നാൽ പിന്നെ എനിക്ക് സന്തോഷമായി. എന്നാലേ ഞാനൊരു കാര്യം പറയാം, അവിടെ ജെൻസാരും പങ്കെടുക്കാൻ പാടില്ല, വുമൺസ് മാത്രമുള്ളൊരു ചടങ്ങ്. അങ്ങനെയുള്ളപ്പോൾ ആദർശേട്ടൻ്റെ അമ്മ അവിടെ വരുമോ? നയനെ, അതെനിക്കറിയില്ല. അവിടെ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് അതൊരു തോൽവിയായിട്ട് തോന്നും. പിന്നെ ഗ്രേസി ആൻറ്റിയും ആൻമരിയും നടത്തുന്നൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ വരുമായിരിക്കും. ആദർശൻ്റെ അമ്മ അവിടെ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ അംഗീകാരം സ്വീകരിക്കുകയും ചെയ്യാം, അവാർഡ് മേടിക്കുകയും ചെയ്യാം. അത് കേട്ടതും നയനെ, എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. നിന്നെ വേണമെങ്കിൽ വാശി പിടിപ്പിക്കാം, പിന്നെ അമ്മയ്ക്ക് അത് നിൻ്റെ മുൻപിൽ തോറ്റു കൊടുക്കുന്നതിന് തുല്യമായാലോ? ഭാര്യ എവിടെ തോറ്റു കൊടുത്താലും കുഴപ്പമില്ല. സ്വന്തം അമ്മ ആരുടെ മുൻപിൽ തല കുലിക്കാനോ തോക്കാനോ പാടില്ല. അതല്ലേ ആദർശേട്ടൻ്റെ തീരുമാനം? അയ്യോ, അങ്ങനെയല്ല. അമ്മയ്ക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല. അങ്ങനെയുള്ളപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അമ്മയ്ക്ക് ചിലപ്പോൾ അത് ദേഷ്യമായി മാറും. അതുകൊണ്ട് നയനെ ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ അവാർഡ് നീ ഒരിക്കലും തട്ടിത്തെറിപ്പിക്കരുത്. ഇത് നിനക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. ഇത് ഞങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല, നിൻ്റെ അച്ഛനും അമ്മയ്ക്കും പോലും അഭിമാനം തോന്നേണ്ട സമയമാണ്. അങ്ങനെയുള്ളപ്പോൾ നീ ഇങ്ങനെ ചെയ്താൽ ശരിയാവില്ല നയനെ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുക. ഇത് കേട്ടതും നമ്മുടെ നയന ശരി എന്നാൽ ഞാൻ പോകാം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കണം. അപ്പോൾ ആദർശ് അങ്ങോട്ട് പോവുക ദേവയാനിയോട് സംസാരിക്കാൻ. ഇത് കേട്ടതും ഇപ്പോൾ ആദർശ് പോയി കഴിഞ്ഞതും നയന ആലോചിക്കുകയാണ് അമ്മ പറഞ്ഞ കാര്യങ്ങൾ. എൻ്റെ കൂട്ടുകാരത്തെയും അവളുടെ മകളുമാണ് ഈ അവാർഡ് തരുന്നതുകൊണ്ട് നീ അത് മേടിക്കാതിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് നിന്നോട് സംസാരിക്കേണ്ടി വരുന്നത്. ഇല്ലെങ്കിൽ ഞാൻ സംസാരിക്കത്തൊന്നുമില്ല. എൻ്റെ അമ്മേ,
അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് എനിക്കറിയാം. അത് പുറത്തു കൊണ്ടുവരാനുള്ള 18ാം അടവായത്. അല്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഈ അവാർഡ് വേണ്ടാന്ന് പറയോ? എൻ്റെ ഡിസൈൻ ഇത്രയും വലിയൊരു പുരസ്കാരം കിട്ടുമ്പോൾ ഞാനത് വേണ്ടാന്ന് തട്ടിത്തെറിപ്പിക്കോ? അമ്മയെ കൊണ്ട് തന്നെ ആ അവാർഡ് ഞാൻ മേടിക്കും. അമ്മയുടെ കയ്യിൽ നിന്ന് തന്നെ എനിക്ക് അവാർഡ് വേണം. അതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും പാടുപെട്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നയന നിൽക്കണം. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ.